ആൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആയിട്ട് നമ്മളൊരു മൊഡ്യൂൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മൈനർ കോഴ്സിൻ്റെ മൊഡ്യൂൾ 2 മെട്രിക് സ്പേസ്. അപ്പം അതിൽ മെട്രിക് സ്പേസ് എന്താണെന്നും അതിൻ്റെ സെവറൽ എക്സാമ്പിൾസ് RN, CN, L ഇൻഫിനിറ്റി, C ഓഫ് AB എന്ന് പറയുന്ന ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. LP സ്പേസസ്, പിന്നീട് ഹോൾഡർ ഇനീക്വാളിറ്റി, കോഷി ഷ്വാർട്സ് ഇനീക്വാളിറ്റി എന്താണെന്ന് ജസ്റ്റ് ആ സ്റ്റേറ്റ്മെൻറ്റ്സ്, പിന്നെ മിങ്കോസ്കി ഇനീക്വാളിറ്റി, പിന്നെ വാട്ട് ഈസ് മീൻ ബൈ ഓപ്പൺ സെറ്റ്, ക്ലോസ്ഡ് സെറ്റ്, നൈബർഹുഡ്, ഇൻറ്റീരിയർ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്താണെന്നും, അക്യുമുലേഷൻ പോയിൻ്റ്, ക്ലോഷർ, ഡെൻസ് സെറ്റ്, സെപ്പറബിൾ സബ്സ്പേസ്, ദെൻ കൺവേർജൻസ് ഓഫ് എ സീക്വൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂൾ സെക്കൻഡ് മൊഡ്യൂളായിട്ടുള്ള മെട്രിക് സ്പേസിൽ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് വരുന്നതാണ് തേർഡ് മൊഡ്യൂൾ. ഇതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കംപ്ലീറ്റ് മെട്രിക് സ്പേസസ് ആൻഡ് അതിൻ്റെ മൊഡ്യൂളിൻ്റെ പേര് വരുന്നത് കംപ്ലീറ്റ് മെട്രിക് സ്പേസ് ആൻഡ് നോംഡ് സ്പേസ് എന്നുള്ളതാണ്. അപ്പം അതിൽ കംപ്ലീറ്റ്നെസ് ഓഫ് എ മെട്രിക് സ്പേസ്, ഒരു മെട്രിക് സ്പേസ് എപ്പോഴാണ് കംപ്ലീറ്റ് എന്ന് പറയാം? അത് ഒരു സീക്വൻസിൻ്റെ കൺവേർജൻസ് അല്ലെങ്കിൽ സീക്വൻസിൻ്റെ പ്രോപ്പർട്ടീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം വാട്ട് ഈസ് മീൻ ബൈ കോഷി സീക്വൻസ്. നമ്മൾ വാട്ട് ഈസ് മീൻ ബൈ എ സീക്വൻസ് ഈസ് കൺവേർജൻറ്റ് എന്നുള്ളത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സിമിലർ ആയിട്ടുള്ള ഒരു കാര്യമാണ് വാട്ട് ഈസ് മീൻ ബൈ എ കോഷി സീക്വൻസ്. അപ്പം ഇവിടെ കോഷി സീക്വൻസ് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ സീക്വൻസ് XN ഇൻ എ മെട്രിക് സ്പേസ് X ഈക്വൽ ടു അതിലെ മെട്രിക് D ആണ്, is said to be Cauchy or fundamental if for every epsilon greater than 0 there exists a natural number n such that distance between xn and xm is less than epsilon whenever this for every m comma n greater than this n. Whenever m comma n is greater than that natural number n, then at that time this will be distance between xn and xm should be less than epsilon. This is true for any epsilon greater than 0. This is called, such a sequence is called Cauchy sequence. ഇത് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കൊരു മെട്രിക് സ്പേസ് ഉണ്ട്. ഒരു മെട്രിക് സ്പേസ് കൺവെർജൻ്റ് ആണെന്ന് എപ്പോഴാണ് പറയാം? കൺവെർജൻ്റ് ആവാൻ അതിലുള്ള പോയിൻറ്റ്സ് ഇങ്ങനെ ഒരു ഫിക്സ്ഡ് പോയിൻറ്റിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് x1 x2 എക്സെട്ര ഇങ്ങനെ അതിൻ്റെ വാല്യൂസ് ടേംസ് n ഗ്രേറ്റർ ദാൻ സം ഫിക്സ്ഡ് നമ്പർ ആകുമ്പോൾ അതെല്ലാം ഒരു നമ്പറിനോട് അടുത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സപ്പോസ് ദിസ് ഇസ് സം എ എന്നൊരു വാല്യൂവിനോട് അടുത്ത് വരുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പം നമ്മൾ പറയും ദ സീക്വൻസ് ഈസ് കൺവേർജിങ് ടു എ. കാരണം ഫസ്റ്റ് കുറച്ച് ടേമുകൾ ഒഴിവാക്കിയ ബാക്കിയെല്ലാം ഈ എ എന്ന പോയിൻറ്റിൻ്റെ ഒരു നൈബർഹുഡിനകത്ത് ഒരു ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവും. മറ്റൊരു രീതിയിൽ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, എയിലേക്ക് കൺവേർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എ സെൻറ്ററായിട്ടുള്ള ഏതൊരു നൈബർഹുഡ് എടുത്താലും അതിൽ ഈ സീക്വൻസിൻ്റെ ഫൈനൈറ്റ് അല്ലാതെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവും. ഓക്കെ, ഫൈനൈറ്റ് ഒഴികെ ബാക്കി എല്ലാ ടേംസും ഇതിൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ ഇതാണ് കൺവേർജൻസിൻ്റെ ഐഡിയ. എന്നാൽ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു മെട്രിക് സ്പേസ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഇതെല്ലാം മെട്രിക് സ്പേസിലെ പോയിൻറ്റ്സ് എല്ലാം ഒരു ഫിക്സ്ഡ് നമ്പറിലേക്ക് പോകുന്നു എന്ന് പറയണമെന്നില്ല. പക്ഷേ ഫസ്റ്റ് കുറച്ച് നമ്പേഴ്സ് ഒഴികെ ബാക്കി നമ്പേഴ്സ് എല്ലാം ഇതിലെ പോയിൻറ്റ്സ് എല്ലാം കൺസിഡർ ചെയ്താൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ചെറുതായിരിക്കും. അപ്പോൾ ഇവിടെ x1 x2 x3 അങ്ങനെ എടുത്താൽ x4 x5 തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാണ്. ഇനി അടുത്ത ഡിസ്റ്റൻസ് x5 x6 തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒന്നുകൂടെ കുറവായിരിക്കും. അതായത് ഒരു ഫിക്സ്ഡ് നമ്പറിന് ശേഷം, അതായത് ഫൈനൈറ്റ് ആയിട്ടുള്ള കുറച്ച് നമ്പേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് ബാക്കിയുള്ള എല്ലാ സീക്വൻസിലെ എല്ലാ നമ്പേഴ്സ് എടുത്താലും അതെല്ലാം ഡിസ്റ്റൻസ് വളരെ ചെറുതായിട്ടുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും അടുത്തുള്ള രണ്ട് പോയിൻറ്റ്സ് തമ്മിൽ. അതായത് ജനറലി ഒരു XNഉം XMഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് എത്ര ചെറുത് വേണമെങ്കിലും ആക്കാൻ കഴിയും. ഓക്കെ, ഈ ഒരു ഐഡിയ ആണ് ഈ ഒരു ടേംസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 വി ക്യാൻ ഫൈൻഡ് എ നാച്ചുറൽ നമ്പർ n സച്ച് ദാറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ XN ആൻഡ് XM ഈസ് ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ XNഉം XMഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്
എത്ര ചെറുത് വേണമെങ്കിലും ആക്കാൻ കഴിയും. അതിനനുസരിച്ച് നമുക്കൊരു നാച്ചുറൽ നമ്പർ ചൂസ് ചെയ്താൽ മതി. അങ്ങനെ നമുക്കൊരു നാച്ചുറൽ നമ്പർ ചൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ഐഡിയ ആണ് അതിൽ പറയുന്നത്. കൂടുതൽ നിങ്ങളത് വായിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ദാറ്റ്സ് കോൾഡ് എ കോഷി സീക്വൻസ്. ഇനി കോഷി സീക്വൻസ് എല്ലാം കൺവേർജൻ്റ് ആവണം എന്നില്ല. ചില സീക്വൻസസ് കോഷിയാവും. ഇത് കൺവേർജൻസുമായിട്ടൊരു സിമിലർ ഡെഫിനിഷനായിട്ട് തോന്നാം. പക്ഷേ എല്ലാ കോഷി സീക്വൻസും കൺവേർജൻ്റ് ആവണം എന്നില്ല. ഇപ്പോൾ നമ്മൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് മെട്രിക് സ്പേസ് ആയിട്ട് എടുത്താൽ അവിടെ ഉള്ളൊരു പ്രത്യേകത നിങ്ങൾ വേണമെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ കണ്ടിട്ടുണ്ടാവും. അവിടെ റിയൽ നമ്പേഴ്സിൻ്റെ കാര്യങ്ങളാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ റിയൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആസ് എ മെട്രിക് സ്പേസ് ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് മെട്രിക് സ്പേസ് ഓർ കംപ്ലീറ്റ് ആണെന്നുള്ളത്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് കംപ്ലീറ്റ് ആണ്. അതിനർത്ഥം ഇതിനകത്ത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്നുള്ള മെട്രിക് സ്പേസിനകത്ത് ഏതൊരു കോഷി സീക്വൻസ് എടുത്താലും ദാറ്റ് വിൽ ബി കൺവേർജൻറ്റ്. എന്നാൽ ജനറലി ഇറ്റ് ഈസ് നോട്ട് ട്രൂ. അതായത് ഇപ്പോൾ സപ്പോസ് നമ്മുടെ മെട്രിക് സ്പേസ് 0, 1 എന്നുള്ള ഓപ്പൺ സെറ്റാണ്. ഇതാണ് നമ്മുടെ സെറ്റ്. എന്നിട്ട് ഇവിടെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ. Suppose the distance is x is equal to 0, 1 and d is equal to modulus of x minus y എന്നുള്ളതാണെന്ന് വിചാരിക്കുക. എങ്ങനെയെങ്കിൽ ഇതിൻ്റെ അകത്ത് എക്സ് എൻ ഈക്വൽ ടു 1/n എന്നുള്ള സീക്വൻസ്, ഇത് യൂഷ്വലി നമുക്ക് അറിയാം ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ദീസ് സീക്വൻസ് ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് എൻ ടെൻസ് ടു 0 ആണ്. പക്ഷേ 0 എന്തല്ല, ഈ സെറ്റിലുള്ള ഒരു എലമെൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ ദിസ് സീക്വൻസ് ഈസ് നോട്ട് കൺവേർജൻറ്റ് ഇൻ ദിസ് മെട്രിക് സ്പേസ്. 0, 1 എന്നുള്ള മെട്രിക് സ്പേസിൽ ഈ സീക്വൻസ് കൺവേർജൻ്റ് അല്ല. എന്നാൽ ദിസ് സീക്വൻസ് ഈസ് എ കോഷി സീക്വൻസ്. സോ ദിസ് മെട്രിക് സ്പേസ് ഹാസ് എ പ്രോപ്പർട്ടി ദർ ഈസ് എ കോഷി സീക്വൻസ് വിച്ച് ഈസ് നോട്ട് കൺവേർജൻറ്റ്. ദെയർഫോർ നമ്മൾ എന്ത് പറയും, സീക്വൻസ് കംപ്ലീറ്റ് അല്ല എന്ന് പറയും. അപ്പോൾ എപ്പോഴാണ് ഈ സീക്വൻസ് അല്ല ഈ മെട്രിക് സ്പേസ്, അപ്പോൾ എപ്പോഴാണ് ഒരു മെട്രിക് സ്പേസ് കംപ്ലീറ്റ് ആണെന്ന് പറയാം? എ സ്പേസ് എക്സ് ഈസ് സെഡ് ടു ബി കംപ്ലീറ്റ് ഇഫ് എവറി കോഷി സീക്വൻസ് ഇൻ എക്സ് കൺവേർജസ് ടു എ പോയിൻ്റ് ഇൻ എക്സ് ദാറ്റ് ഈസ് ഹാസ് എ ലിമിറ്റ് വിച്ച് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എക്സ്. അപ്പോൾ എല്ലാ കോഷി സീക്വൻസും കൺവേർജൻറ്റ് കോഷി സീക്വൻസ് ആവണമെങ്കിൽ അങ്ങനെയുള്ള മെട്രിക് സ്പേസുകളെ കംപ്ലീറ്റ് എന്ന് പറയും. എക്സാമ്പിൾ ഈസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് വിത്ത് യൂഷ്വൽ മെട്രിക്. ഓക്കെ. എന്നാൽ കംപ്ലീറ്റ് അല്ലാത്തൊരു മെട്രിക് സ്പേസിൻ്റെ എക്സാമ്പിളാണ് 0, 1 വിത്ത് മെട്രിക് ഇൻഡ്യൂസ്ഡ് ഫ്രം യൂഷ്വൽ മെട്രിക്. ഓക്കെ. അത് സാധാരണ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് മോഡ് ലോസ് ഓഫ് എക്സ് മൈനസ് വൈ എടുക്കുന്ന ആ മെട്രിക് എടുത്താൽ 0, 1 എന്നുള്ള സെറ്റ് നോട്ട് എ കംപ്ലീറ്റ്. അതിവിടെ കൊടുത്തിട്ടുണ്ട്. ദ റിയൽ ലൈൻ ആൻഡ് ദ കോംപ്ലക്സ് പ്ലെയിൻ ആർ കംപ്ലീറ്റ് മെട്രിക് സ്പേസസ്. ഓക്കെ. അപ്പോൾ മെട്രിക് സ്പേസുകളുടെ ഒരു പ്രോപ്പർട്ടിയാണ് കംപ്ലീറ്റ്നെസ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫോർ ടൈം ബീയിങ് ലെറ്റ് us മെൻഷൻ എ ഫ്യൂ സിമ്പിൾ ഇൻകംപ്ലീറ്റ് മെട്രിക് സ്പേസസ് വിച്ച് ക്യാൻ ബി റെഡിലി ഒബ്റ്റെയിൻ. ഒമിഷൻ ഓഫ് എ പോയിൻറ്റ് എ ഫ്രം ദ റിയൽ ലൈൻ ഈൽഡ്സ് ദ ഇൻകംപ്ലീറ്റ് സ്പേസ് ആർ മൈനസ് എ. നമ്മൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞു. എന്നാൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നിന്ന് ഒരു എലമെൻറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ദാറ്റ്സ് അനദർ സെറ്റ്. സപ്പോസ് ദാറ്റ് സെറ്റ് ടുഗദർ വിത്ത് ദി യൂഷ്വൽ മെട്രിക് ദെൻ ഇറ്റ് വിൽ നോട്ട് ബി കംപ്ലീറ്റ് മെട്രിക് സ്പേസ്. അതിനുള്ള കാരണം നമ്മളിപ്പം a+1/n എന്ന് പറയുന്ന സീക്വൻസ് എടുക്കുക, വേർ n സ്റ്റാർട്ടിങ് ഫ്രം 1 to infinity. അപ്പോൾ a+1 എന്നുള്ളതാണ് അതിലൊരു എലമെൻറ്റ്. രണ്ടാമത്തെ എലമെൻറ്റ് a+1/2. ഇതെല്ലാം ഈ സെറ്റിലുണ്ട്. എ ഒഴികെ ബാക്കി എല്ലാ നമ്പറും ഈ സെറ്റിലുള്ളതുകൊണ്ട് a+1/2 a+1/3 എല്ലാം ഈ സെറ്റിലുണ്ട്. സോ ദിസ് ഈസ് എ സീക്വൻസ് ഇൻ എക്സ് ആൻഡ് യു ക്യാൻ സീ ദിസ് സീക്വൻസ് ഈസ് എ കോഷി സീക്വൻസ്. ഇതൊരു കോഷി സീക്വൻസ് കൂടെയാണ്. എങ്കിൽ ഇങ്ങനെയുള്ള ഈ സീക്വൻസ് കോഷി സീക്വൻസ് ഇതിൽ കൺവേർജൻ്റ് ആണോ? അല്ല. ഇതിൻ്റെ ലിമിറ്റ് വരിക ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഈ സീക്വൻസ് എടുത്താൽ എക്സ് എൻ എന്നുള്ള സീക്വൻസ് എടുത്താൽ ഇറ്റ് ഈസ് എ, അതായത് a+1/∞ എന്നുള്ള രീതിയിൽ കൊടുത്താൽ എ തന്നെ വരും.
ബട്ട് എ ഡസ് നോട്ട് ബിലോങ്സ് ടു എക്സ്. എ എന്ന് പറയുന്നത് ഡസ് നോട്ട് ബിലോങ്സ് ടു എക്സ് ആണ്. അതുകൊണ്ട് ദിസ് സീക്വൻസ് ഡസ് നോട്ട് കൺവേർജ് ടു എ പോയിൻ്റ് ഇൻ ദിസ് മെട്രിക് സ്പേസ്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ മെട്രിക് സ്പേസ് എക്സ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് മെട്രിക് സ്പേസ്. ഓക്കെ, ദിസ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് മെട്രിക് സ്പേസ്. മറ്റൊന്ന്, ബൈ ഒമിഷൻ ഓഫ് ഓൾ ഇറാഷണൽ നമ്പേഴ്സ് വി ഹാവ് റാഷണൽ ലൈൻ. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നിന്ന് ഇറാഷണൽ നമ്പേഴ്സ് ഒഴിവാക്കിയാൽ റാഷണൽ നമ്പേഴ്സ് വരും. അത് ഒരു കംപ്ലീറ്റ് മെട്രിക് സ്പേസ് അല്ല, ഇൻകംപ്ലീറ്റ് ആണ്. കാരണം റാഷണൽ നമ്പേഴ്സ് മാത്രം എടുത്തുകൊണ്ടുള്ള ഒരു സീക്വൻസ് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത് 1/n അതിന് മറ്റൊരു എക്സാമ്പിളാണ്. അല്ലെങ്കിൽ 1/n വേണമെന്നില്ല, സം അതർ സീക്വൻസ് കൺസിഡർ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ലിമിറ്റ് വരുന്നത് ഒരു ഇറാഷണൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ആ ലിമിറ്റ് എവിടെ ഉണ്ടാവില്ല? സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ആ സെറ്റ് ഇൻകംപ്ലീറ്റ് ആവും, അല്ലെങ്കിൽ ആ സീക്വൻസ് ഡസ് നോട്ട് കൺവേർജ് ടു എ പോയിൻ്റ് ഇൻ ദാറ്റ് മെട്രിക് സ്പേസ് എന്ന് പറയും. അതുകൊണ്ട് ആ മെട്രിക് സ്പേസ് ഇൻകംപ്ലീറ്റ് ആവും. ഓക്കെ, ഇനി മറ്റ് എക്സാമ്പിൾസ്. സോ ഇവിടെ പറയുന്നത് ഒരു സീക്വൻസ് കോഷി ആണെന്ന് പറയുന്നത് നീഡ് നോട്ട് ബി ഇക്വലൻ്റ് ടു ബീയിങ് കൺവേർജൻറ്റ്. കോഷി സീക്വൻസ് ആണെന്ന് വിചാരിച്ച് കൺവേർജൻ്റ് ആവണം എന്നില്ല. കാരണം ദർ ആർ മെട്രിക് സ്പേസസ് വിച്ച് ഈസ് ഇൻകംപ്ലീറ്റ് മെട്രിക് സ്പേസിലാവുമ്പോൾ കോഷി നീഡ് നോട്ട് ഇംപ്ലൈ കൺവേർജൻറ്റ്. എന്നാൽ കംപ്ലീറ്റ് മെട്രിക് സ്പേസ് ആണെങ്കിൽ എല്ലാ കോഷി സീക്വൻസും കൺവേർജൻ്റ് ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, x = 1/n. ഓക്കെ, ആ സീക്വൻസ് കൺവേർജൻ്റ് ആവില്ല. അതുകൊണ്ട് ആ സെറ്റ് കോഷി കംപ്ലീറ്റ് അല്ല. ഇനി ഒരു തിയറം, എവറി കൺവേർജൻറ്റ് സീക്വൻസ് ഇൻ എ മെട്രിക് സ്പേസ് ഈസ് കോഷി സീക്വൻസ്. തിരിച്ചുള്ളത് ശരിയാണ്. കൺവേർജൻ്റ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി എ കോഷി സീക്വൻസ്. അത് ചെറിയ പ്രൂഫാണ്, അതുകൊണ്ട് അത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പ്രൂഫും ബുദ്ധിമുട്ടില്ലാത്തതാണ്. അപ്പോൾ ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അത് കോഷി ആണെന്നുള്ളതാണ്. കൺവേർജൻ്റ് ഡെഫിനിഷൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. xn ടെൻസ് ടു എക്സ് ആണെങ്കിൽ, സപ്പോസ് xn ഈസ് എ കൺവേർജൻറ്റ് സീക്വൻസ്, അതായത് അതിൻ്റെ ലിമിറ്റ് x ആണ് എന്നുണ്ടെങ്കിൽ, ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 വി ക്യാൻ ഫൈൻഡ് എ നാച്ചുറൽ നമ്പർ n സച്ച് ദാറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ xn ആൻഡ് x ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് നിങ്ങൾ ഡെഫിനേഷനിൽ കാണുക. അപ്പോൾ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 വി ക്യാൻ ഫൈൻഡ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ ε/2 എന്ന് പറയുന്നതും ശരിയായിരിക്കും. ഇതിൻ്റെ അർത്ഥം എത്ര ചെറുത് വേണമെങ്കിലും ആക്കാം എന്നുള്ളതാണ്. അപ്പോൾ എപ്സിലോണിനേക്കാൾ ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ε/2 ചെറുതാക്കാൻ പറ്റുന്ന രീതിയിലും നമുക്ക് നാച്ചുറൽ നമ്പർ ചൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, സോ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 വി ക്യാൻ ഫൈൻഡ് എ നാച്ചുറൽ നമ്പർ സച്ച് ദാറ്റ് d of xn x ഈസ് ലെസ് ദാൻ ε/2. ഞാൻ വീണ്ടും പറയുന്നു, ഡെഫിനിഷനിൽ നിങ്ങൾ എപ്സിലോൺ എന്നാണ് ഇവിടെ കാണുക. ബട്ട് ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് പ്രൂഫ് വിൽ ടേക്ക് ε/2. അതിൽ എറർ ഇല്ല. ഓക്കെ, ദെൻ വിൽ യൂസ് ട്രയാങ്കുലർ ഇനീക്വാലിറ്റി. നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ d ട്രയാങ്കുലർ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ xn ആൻഡ് x നമുക്ക് അതിൻ്റെ ഇടയിലൊരു xm ചേർക്കാം. എങ്ങനെ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ xn ആൻഡ് xm എന്നത് കണ്ടുപിടിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഈ x ചേർക്കാം. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ xn ആൻഡ് xm വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ xn ആൻഡ് x പ്ലസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ x ആൻഡ് xn യൂസിങ് ട്രയാങ്കുലർ ഇനീക്വാലിറ്റി. ബോത്ത് ആർ ലെസ് ദാൻ ε/2. Therefore, this distance between xm and xn is less than epsilon. For every epsilon greater than 0, we can find a natural number n such that we are able to find a natural number n such that distance between xn and xm is less than epsilon. That was the definition for Cauchy sequence. So every convergent sequence is also a Cauchy sequence. Reverse implication need not be true. Cauchy sequence ആണെന്ന് വിചാരിച്ച് കൺവേർജൻ്റ് ആവണമെന്നില്ല. അത് കംപ്ലീറ്റ് മെട്രിക് സ്പേസിൽ മാത്രമേ വരുള്ളൂ. ഓക്കെ, ദെൻ ക്ലോഷർ ആൻഡ് ക്ലോസ്ഡ് സെറ്റ്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ്.
ഇഫ് ലെറ്റ് എം ബി എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് എ മെട്രിക് സ്പേസ് എക്സ് ആൻഡ് എം ബാർ ഈസ് ഇറ്റ്സ് ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഡെഫിനിഷൻ? മെട്രിക് സ്പേസ് യൂണിയൻ, ഒരു സെറ്റ് യൂണിയൻ ഇറ്റ്സ് ലിമിറ്റ് പോയിൻറ്റ്സ് ഓർ ലിമിറ്റ് പോയിൻറ്റ്സിന് മറ്റൊരു പേര് പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ലിമിറ്റ് പോയിൻറ്റ്സ് എന്നുള്ള പേരല്ല നിങ്ങൾ യൂസ് ചെയ്തിരുന്നത്, അക്യുമുലേഷൻ പോയിൻറ്റ്. ഒരു മെട്രിക് സ്പേസും ഒരു സെറ്റും അതിൻ്റെ അക്യുമുലേഷൻ പോയിൻറ്റ്സും കൂടെ ചേർന്നിട്ടുള്ള സെറ്റിനെയാണ് നമ്മൾ ക്ലോഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് ക്ലോഷർ, അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ പറയുന്നത് ലെറ്റ് എം ബി എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് എ മെട്രിക് സ്പേസ് എക്സ് ആൻഡ് എം ബാർ ബി ഇറ്റ്സ് ക്ലോഷർ, then x belongs to m bar if and only if there exists a sequence xn in m such that xn tends to x. അതായത് ക്ലോഷറിൽ ഏതൊരു പോയിൻ്റ് എടുത്താലും എക്സ് ബിലോങ്സ് ടു എം ബാർ ആയിട്ടുള്ള ഏതൊരു പോയിൻ്റ് എക്സ് എടുത്താലും ഇഫ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്, സോറി നോ നീഡ് ടു ബി കംപ്ലീറ്റ്, ഈ എം ബാറിൽ ഏതൊരു പോയിൻ്റ് എടുത്താൽ ഒന്നുകിൽ അത് എമ്മിലുള്ളതായിരിക്കും, അല്ലെങ്കിൽ അത് ലിമിറ്റ് പോയിൻ്റ് ആയിരിക്കും. മറ്റൊരു പേരാണ് അക്യുമുലേഷൻ പോയിൻ്റ്. അപ്പോൾ ഏതൊരു പോയിൻ്റ് എടുത്താലും അത് ലിമിറ്റ് പോയിൻ്റോ അക്യുമുലേഷൻ പോയിൻ്റോ ആണെങ്കിൽ ആ പോയിൻറ്റിലേക്ക് കൺവേർജ് ചെയ്യുന്ന രീതിയിൽ ഒരു സീക്വൻസ് നമുക്ക് കണ്ടെത്താൻ കഴിയും. എക്സ് ബിലോങ്സ് ടു എം ബാർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ എക്സിസ്റ്റ് എ സീക്വൻസ് എക്സ് എൻ ഇൻ എം സച്ച് ദാറ്റ് എക്സ് എൻ ടെൻസ് ടു എക്സ്. ഓക്കെ, അതായത് ഏതൊരു സീക്വൻസിൻ്റെ ലിമിറ്റ് എമ്മിലോ അല്ലെങ്കിൽ എം ക്ലോഷറിലോ ഉണ്ടായിരിക്കും. മാത്രമല്ല എം ക്ലോഷറിലുള്ള ഏതൊരു പോയിൻ്റ് എടുത്താലും അതിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ടായിരിക്കും. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്, ടു സൈഡഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണത്. മറ്റൊന്ന്, എം ഈസ് ക്ലോസ്ഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ സിറ്റുവേഷൻ എക്സ് എൻ ബിലോങ്സ് ടു എക്സ് എം ആണെങ്കിൽ, ഇഫ് ദ സിറ്റുവേഷൻ എക്സ് എൻ ബിലോങ്സ് ടു എം, എക്സ് എൻ ടെൻസ് ടു എക്സ് ഇംപ്ലൈസ് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എം. അതായത് ക്ലോസ്ഡ് സെറ്റ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ ആ സെറ്റിലുള്ള ഏതൊരു സീക്വൻസും ആ സെറ്റിലെ പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു നമ്മൾ 0 1 എന്നുള്ള സെറ്റിൽ ഒരു സീക്വൻസ് ആയിരുന്നു 1/n, അത് കൺവേർട്ട് ചെയ്യുന്നത് ഇതിലേക്കായിരുന്നു 0യിലേക്ക്. 0 ഡസ് നോട്ട് ബിലോങ്സ് ടു 0 1 ആണ്. 0 ഡസ് നോട്ട് ബിലോങ്സ് ടു 0 1 ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ 0 1 എന്നുള്ള സെറ്റ് എന്തല്ല, ക്ലോസ്ഡ് അല്ല. അത് കാരണം അതിലൊരു സീക്വൻസ് അതിലേക്കല്ലാത്ത അതിൻ്റെ പുറത്തുള്ള ഒരു പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്ന സിറ്റുവേഷൻ വന്നു. അപ്പോൾ ക്ലോസ്ഡ് സെറ്റ് ആണെങ്കിൽ ആ സെറ്റിലുള്ള സീക്വൻസ് എല്ലാം അതിലേക്ക് തന്നെയാണ് കൺവേർട്ട് ചെയ്യുക, ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യില്ല എന്നുള്ള റിസൾട്ടാണ് അവിടെ പറയുന്നത്. അതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പറയേണ്ടത് ഈ റിസൾട്ടാണ്. ഇതിന് 2 ഡയറക്ഷൻസ് ഉണ്ട്. ഒന്ന് എക്സ് ബിലോങ്സ് ടു എം ബാർ ആണെങ്കിൽ ദർ എക്സിസ്റ്റ് എ സീക്വൻസ് എന്ന് കാണിക്കണം. സോ ലെറ്റ് എക്സ് ബിലോങ്സ് ടു എം ബാർ, നമുക്കൊരു സീക്വൻസ് ഉണ്ടെന്ന് തെളിയിക്കണം. അപ്പോൾ 2 പോസിബിലിറ്റി ഉണ്ട്. എക്സ് ബിലോങ്സ് ടു എം ആവാം, അല്ലെങ്കിൽ എക്സ് ഈസ് എ അക്യുമുലേഷൻ പോയിൻ്റ് ആവാം. അപ്പോൾ എക്സ് ബിലോങ്സ് ടു എം ആണെങ്കിൽ നമ്മൾ എക്സ് 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 എന്നുള്ള ഒരു സീക്വൻസ് എടുത്താൽ, അതായത് ആ സീക്വൻസിൽ ഫസ്റ്റ് പോയിൻറ്റും എക്സ് തന്നെ, സെക്കൻഡ് പോയിൻറ്റും എക്സ് തന്നെ, കോൺസ്റ്റൻറ്റ് സീക്വൻസ്. അതിൻ്റെ ലിമിറ്റ് വരിക, ലിമിറ്റ് ഓഫ് ദാറ്റ് സീക്വൻസ് വരിക എക്സ് അല്ലേ, അപ്പോൾ അത് മതിയാവും. സോ എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സീക്വൻസ്, കോൺസ്റ്റൻറ്റ് സീക്വൻസ് ഓൾവേസ് എക്സിസ്റ്റ് ചെയ്യും. അത് തന്നെയാണ് ടെക്സ്റ്റിലും കൊടുത്തിട്ടുള്ളത്. ഇതാ ഈ സീക്വൻസ്. ഇനി ഇഫ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു, മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ലിമിറ്റ് പോയിൻ്റ് ആവാം, അല്ലെങ്കിൽ അക്യുമുലേഷൻ പോയിൻ്റ് ആവാം. then it is a point of accumulation of m. അക്യുമുലേഷൻ പോയിൻറ്റിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു എന്ന് നോക്കാം. ഓക്കെ, അതിൻ്റെ ഡെഫിനിഷൻ ഹെൻസ് ഫോർ ഈച്ച് n equal to 1 to etc. the ball b of x, 1/n contains an xn belongs to m. അപ്പോൾ അക്യുമുലേഷൻ പോയിൻറ്റിൻ്റെ പ്രത്യേകത, ആ പോയിൻ്റ് സെൻറ്ററായിട്ട് ഒരു ബോൾ വരച്ചാൽ അതിൻ്റെ അകത്ത് എക്സിലുള്ള പോയിൻറ്റ്സ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. അത് എത്ര ചെറിയ ബോളാണെങ്കിലും മെട്രിക്സ് ഈ എമ്മിലുള്ള പോയിൻറ്റ്സ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെയെങ്കിലാണ് ആ പോയിൻ്റ് അക്യുമുലേഷൻ പോയിൻ്റ് ഓഫ് എം ആവുള്ളൂ. ഓക്കെ, ഡെഫിനിഷൻ ഒന്ന് നോക്കുക. അപ്പോൾ ഒരു പോയിൻ്റ് എക്സ് അക്യുമുലേഷൻ പോയിൻ്റ് ആണെങ്കിൽ അതിന് 1/n റേഡിയസിലുള്ള ഒരു
സർക്കിൾ അതിൻ്റെ ചുറ്റുമുള്ളൊരു ബോൾ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എമ്മിലുള്ള പോയിൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ പോയിൻറ്റ്സ് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അതിൽ നിന്നൊരു എക്സ് എൻ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1/1 റേഡിയസിലുള്ള പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു x1 ചൂസ് ചെയ്യുക. 1/2 റേഡിയസുള്ള സർക്കിൾ എടുക്കുക, അതിലും എമ്മിലുള്ള പോയിൻറ്റ്സ് ഉണ്ടാവും, അപ്പോൾ അതിൽ നിന്ന് x2 ചൂസ് ചെയ്യുക. ഇൻ സച്ച് എ വേ ദാറ്റ് അപ്പോൾ നമുക്ക് ഏതൊരു n എടുത്താലും അതിൽ നിന്ന് xn ചൂസ് ചെയ്യാൻ കിട്ടും. സോ വിൽ ഗെറ്റ് x1 x2 എക്സെട്ര എന്നുള്ള നമ്പേഴ്സ് കിട്ടും. അതൊരു സീക്വൻസ് ഫോം ചെയ്യുക. അങ്ങനെ ഒരു സീക്വൻസ് ഫോം ചെയ്താൽ ദാറ്റ് സീക്വൻസ് വിൽ ബി കൺവേർജിങ് ടു that x. So contains xn belongs to m and that xn will be converging to x. ഇങ്ങനെ ഒരു സീക്വൻസ് ഫോം ചെയ്താൽ that xn must be converging to that point x. Okay, so x belongs to m bar ആണെങ്കിൽ we can find a sequence that converging to x എന്ന് കിട്ടും. കോൺവേഴ്സ്ലി ഇതിൻ്റെ തിരിച്ചുള്ള ഭാഗം അതെന്താണ്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇഫ് ദർ ഈസ് എ സീക്വൻസ് xn വിച്ച് കൺവേർജിങ് ടു x, ദെൻ ആ എക്സ് എന്ന് പറയുന്നത് എം ബാറിലുള്ളതായിരിക്കും. ഇഫ് ദർ ഈസ് എ സീക്വൻസ് ദാറ്റ് കൺവേർജിങ് ടു എക്സ്, സീക്വൻസ് xn ഇൻ m വിച്ച് ഈസ് കൺവേർജിങ് ടു x, ദെൻ x ബിലോങ്സ് ടു എം ബാർ. സോ അസ്യൂം ചെയ്യേണ്ടത് ഒരു സീക്വൻസ് കൺവേർജിങ് ടു x ആണെന്ന് അസ്യൂം ചെയ്യുക. കോൺവേഴ്സ്ലി ഇഫ് xn ഈസ് ഇൻ m, xn ഈസ് എ സീക്വൻസ് ഇൻ m and converging to the point x, then x belongs to m or x belongs to m or x is a accumulation point എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം x ഒന്നുകിൽ എമ്മിലുണ്ടാവും, അല്ലെങ്കിൽ എവറി നൈബർഹുഡ് ഓഫ് x കണ്ടെയ്ൻസ് എ പോയിൻറ്റ്സ് xn നോട്ട് ഈക്വൽ ടു x, സോ ദാറ്റ് x is a point of accumulation of m. by the definition of കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എക്സിൻ്റെ ഏതൊരു നൈബർഹുഡ് എടുത്താലും അതിൻ്റെ അകത്ത് ഈ സീക്വൻസിലെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് വേണം, എങ്കിലേ ഇത് കൺവേർജ് ചെയ്യുള്ളൂ. അതിൻ്റെ കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ നോക്കുക. xn കൺവേർജസ് ടു x എന്ന് പറഞ്ഞാൽ ഇഫ് യു ടേക്ക് എ നൈബർഹുഡ് ഓഫ് എക്സിൻ്റെ ഒരു നൈബർഹുഡ് എടുത്താൽ അതിൻ്റെ അകത്ത് ആയിരിക്കും ഈ സീക്വൻസിൻ്റെ ഓൾ ബട്ട് ഫൈനൈറ്റ് പോയിൻറ്റ്സ്. ഫൈനൈറ്റ് പോയിൻറ്റ്സേ പുറത്തുണ്ടാവുള്ളൂ, ബാക്കിയുള്ള ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സും അകത്തായിരിക്കും. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ സീക്വൻസ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. സോ എവറി നൈബർഹുഡ് ഓഫ് ദിസ് എക്സ് കണ്ടെയ്ൻസ് പോയിൻറ്റ്സ് ഓഫ് എം. ഈ സീക്വൻസ് എല്ലാം എമ്മിലുള്ള പോയിൻറ്റ്സ് അല്ലേ, സീക്വൻസ് ബിലോങ്സ് ടു എം ആണല്ലോ, അതുകൊണ്ട് ഈ സീക്വൻസിലുള്ള ഈ പോയിൻറ്റ്സ് എല്ലാം എമ്മിലുള്ളതാണ്. സോ എക്സിൻ്റെ ഏതൊരു നൈബർഹുഡിലും എമ്മിലുള്ള പോയിൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ that will be the definition of that coincides with the definition of accumulation point. അതുകൊണ്ട് സ്ട്രൈറ്റ് ഫോർവേഡ് നമുക്ക് പറയാൻ കഴിയും, whenever xn belongs to m bar, whenever xn converges to x in a set m, then x is either in m or x is a accumulation point. So x belongs to m bar എന്ന് പറയാം. ഓക്കെ, സിമിലർലി നെക്സ്റ്റ് തിയറം ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്യുക. അത് എം ഈസ് ക്ലോസ്ഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എം ഈക്വൽ ടു എം ബാർ, അത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. സോ ബി ഫോളോസ് റെഡിലി ഫ്രം എ. ഓക്കെ, നോ കംപ്ലീറ്റ് സബ് സ്പേസ്. ഒരു മെട്രിക് സ്പേസ് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുക എന്ന് പറഞ്ഞു. ഇനി ഒരു സബ് സ്പേസ് എടുത്താൽ അതെപ്പോഴാണ് കംപ്ലീറ്റ് ആവുക, അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ഒരു റിസൾട്ടാണ്, ഡെഫിനിഷനല്ല. A subspace M of a complete metric space X itself is complete if and only if M is a closed set. ഇപ്പോൾ നമുക്ക് വലിയൊരു സെറ്റ് ഉണ്ട്, അത് കംപ്ലീറ്റ് ആണ്. വലിയൊരു മെട്രിക് സ്പേസ് ഉണ്ട്, അത് കംപ്ലീറ്റ് ആണ്. അതിൻ്റെ ഒരു സബ്സെറ്റ് ഉണ്ട്, അത് M എന്നാണ് അതിൻ്റെ പേര്. M ഓപ്പൺ ആണെങ്കിൽ ഈ M ഒരു കംപ്ലീറ്റ് മെട്രിക് സ്പേസ് ആവില്ല, സബ് സ്പേസ് ആവില്ല. എന്നാൽ M ക്ലോസ്ഡ് ആണെങ്കിൽ അതൊരു കംപ്ലീറ്റ് സബ് സ്പേസ് ആയിരിക്കും. ഓക്കെ, നമുക്ക് R എന്നത് കംപ്ലീറ്റ് മെട്രിക് സ്പേസ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു സബ്സെറ്റ് ആണ് 0,1. അതുകൊണ്ട് അത് ഓപ്പൺ ആണോ, ഈ സബ്സെറ്റ് 0,1 ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ? ഇത് ഓപ്പൺ സബ്സെറ്റ് ആണ്, അതുകൊണ്ട് ഇതെന്തല്ല, കംപ്ലീറ്റ് അല്ല. എന്നാൽ ആറിൻ്റെ ഒരു ക്ലോസ്ഡ് സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി കംപ്ലീറ്റ്. ഓക്കെ, സോ ഓപ്പൺ സബ്സെറ്റ് ഓഫ് കംപ്ലീറ്റ് മെട്രിക് സ്പേസ് ഈസ് നോട്ട് കംപ്ലീറ്റ്, ബട്ട് ഓൺലി ദ ക്ലോസ്ഡ് സബ്സെറ്റ്സ് ആർ കംപ്ലീറ്റ്. സോ
a subset M of a complete metric space X is complete if and only if it is a closed in set in X. റിസൾട്ട് പ്രൂഫ് നോക്കുക. പ്രൂഫ് വലിയ ലെങ്ത് ഒന്നുമില്ല, അതും ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കേണ്ടതാണ്. നൗ കംപ്ലീറ്റ് മെട്രിക് സ്പേസ് അല്ലെങ്കിൽ കംപ്ലീറ്റ്നെസ് ഓഫ് എ സെറ്റ് എങ്ങനെയാണ് കണ്ടിന്യൂറ്റിയെ ബാധിക്കുക എന്നുള്ളതായിരിക്കും ഈ തിയറത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇത് നോട്ട് റിലേറ്റഡ് ടു കംപ്ലീറ്റ്നെസ്. എ മാപ്പിംഗ് ടി, ഒരു ഫംഗ്ഷൻ ടി ഫ്രം എക്സ് ടു വൈ ഓഫ് എ മെട്രിക് സ്പേസ് എക്സ് ഇൻ ടു അനദർ മെട്രിക് സ്പേസ് വൈ ഈസ് കണ്ടിന്യൂസ് അറ്റ് എ പോയിൻറ്റ്. കണ്ടിന്യൂസ് അറ്റ് എ പോയിൻറ്റും ഉണ്ട്, കണ്ടിന്യൂസ് ജനറലി കണ്ടിന്യൂസ് ഓൺ എ സെറ്റും ഉണ്ട്. കണ്ടിന്യൂസ് അറ്റ് എ പോയിൻറ്റ് എക്സ് നോട്ട് ഇഫ് ആൻഡ് ഓൺലി ഇഫ് വെനെവർ ഒരു സീക്വൻസ് എക്സ് നോട്ടിലേക്ക് കൺവേർജൻ്റ് ആവുകയാണെങ്കിൽ that will imply the sequence corresponding sequence t of xn converges to t of x naught. If this is true, then only that sequence xn will the function t will be a continuous function. So condition for t to be continuous, whenever a sequence xn converges to x naught, corresponding sequence t of xn should converge to t of x naught. കോൺവേഴ്സും ഉണ്ട്. ഇത് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ടി കണ്ടിന്യൂസ് ആയിരിക്കും എന്നുകൂടെ ഉണ്ട്. കണ്ടിന്യൂസ് ആണെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യും, മാത്രമല്ല ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, അതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കുക. ദിസ് ഇസ് ദ ഫസ്റ്റ് സെക്ഷൻ ഇൻ ദിസ് മൊഡ്യൂൾ. നമുക്ക് കൂടുതൽ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ നോക്കാം.